Chapter 2 Accounting for Partnership Basic Concepts Question number 8. ഈ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ചു നോക്കുക. എന്തൊക്കെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷോ ദ ക്യാപിറ്റൽ ആൻഡ് കറൻറ്റ് അക്കൗണ്ട്സ് ഓഫ് എ ആൻഡ് ബി റെക്കോർഡിംഗ് ദ എബൌട്ട് ട്രാൻസാക്ഷൻ. അതായത് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ആൻഡ് കറൻറ്റ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ഓരോ പാർട്ട്നേഴ്സിനും 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് കറൻറ്റ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിർബന്ധമായും വരച്ചിരിക്കണം. കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കി. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ആൻഡ് സാലറി എമൗണ്ടഡ് ടു ₹20,200. ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്നേഴ്സ് സാലറിയും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടിലാണ്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെയാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഡിവൈഡ് ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റ് ഏതാണെന്നറിയാൻ നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കറൻറ്റ് അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്തിരിക്കണം. എപ്പോഴാണ് പറഞ്ഞില്ലെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്? എപ്പോഴാണ്? നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടും വരയ്ക്കാം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് കോളം വീതം വേണ്ടും. അത് ഫേം പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഫേമിന് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റാണ് അറിയേണ്ടത്. ഓരോരുത്തർക്കും എത്ര നെറ്റ് പ്രോഫിറ്റ് കൊടുക്കണം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഒരു എമൗണ്ട് കോളം മാത്രമേ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുക്കണം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതിനുശേഷം അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല, അതുകൊണ്ട് ചെറിയ അക്കൗണ്ട് വരച്ചാൽ മതി. അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. 2 പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എ ആൻഡ് ബി. അപ്പോൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും എമൗണ്ട് കോളം വീതം കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടും വരച്ചു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓർഡറിൽ ഓരോ ഐറ്റം അതാത് അക്കൗണ്ടിലേക്ക് എൻറ്റർ ചെയ്യാം. A and B are in partnership, contributed ₹20,000 and ₹10,000 respectively as capital. അപ്പോൾ ഇതേതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഏത് അക്കൗണ്ടിലായിരിക്കണം എഴുതേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കണം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് പ്ലോട്ട് 20,000 10,000. നെക്സ്റ്റ് വൺ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:1. അത് ഏതാണ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലാണ്? 3:1. അപ്പോൾ ആ സമയത്ത് ഈ റേഷ്യോ നമ്മൾ പരിഗണിച്ചാൽ മതി. ദ എഗ്രിമെൻറ്റ് പ്രൊവൈഡഡ് ദാറ്റ് ബിഫോർ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഷുഡ് ബി ചാർജ്ഡ് അറ്റ് 4% പെർ ആനം ആൻഡ് ബി ഷുഡ് ബി എൻറ്റൈറ്റിൽ ടു എ സാലറി ഓഫ് ₹4,000 പെർ ആനം. ഈ ഇവിടെ എഗ്രിമെൻറ്റിൽ പറയണത് എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4% വെച്ച് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ബിക്ക് സാലറി കൊടുത്തിരിക്കണം. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും എൻ്റർ ചെയ്തിരിക്കണം.
അപ്പോൾ നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേമിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണല്ലോ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഫേമിന് അതെന്താണ്, എക്സ്പെൻസസ് ആണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഏത് സൈഡിൽ എഴുതണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് എമൗണ്ടുകളാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലുകളാണ്. എത്രയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, 20,000 10,000. അപ്പോൾ 4% വെച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരുന്നത്, 20,000 ഇൻറ്റു 4/100 800, 10,000 ഇൻറ്റു 4/100 400. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ A 800 B 400 ടോട്ടൽ 1,200. അപ്പോൾ 800 കിട്ടിയത് എങ്ങനെയാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലായ 20,000 ഇൻറ്റു 4/100. 400 കിട്ടിയത് ബിയുടെ ക്യാപിറ്റൽ 10,000 ആണ്. 10,000 ഇൻറ്റു 4/100. അടുത്തത് ബി ഷുഡ് ബി എൻറ്റൈറ്റിൽഡ് ടു സാലറി ഓഫ് ₹4,000 പെർ ആനം. ഇവിടെ സാലറി 2 പേർക്കും കൊടുക്കുന്നില്ല, ഒരാൾക്കേ കൊടുക്കുന്നുള്ളൂ, ബിക്ക് മാത്രമാണ്. അതുപോലെ തന്നെ സാലറി ഇവിടെ തന്നിരിക്കുന്നത് പെർ ആനാണ്, ഒരു വർഷത്തെ സാലറിയാണ്. അപ്പോൾ നമ്മൾ വേറെ ഇൻറ്റു ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ബി സാലറി 4,000, ഡെബിറ്റ് സൈഡിൽ ബി സാലറി 4,000. ഇനി നമ്മളിവിടെ ഒരു കാര്യം വിട്ടു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുന്ന ഓരോ ഐറ്റവും എവിടെ എഴുതിയിരിക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടിലും എഴുതിയിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ എഴുതാൻ പറയാൻ വിട്ടുപോയി, അപ്പോൾ അത് നമുക്ക് എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്. പാർട്ട്നേഴ്സിന് കിട്ടാനുള്ളതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക, പാർട്ട്നേഴ്സ് ഫേമിന് കൊടുക്കാനുള്ളത് ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ട്നേഴ്സിന് കിട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ് അക്കൗണ്ടിൽ എഴുതണം. നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട്, കറൻറ്റ് അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതേണ്ടത് ഏത് അക്കൗണ്ടിലാണ്, കറൻറ്റ് അക്കൗണ്ടിലാണ്. അതനുസരിച്ച് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതേണ്ടത് ഏത് അക്കൗണ്ടിലാണ്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 800 B 400. അതുപോലെ തന്നെ ബി സാലറി അത് പാർട്ട്ണർക്ക് കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കറൻറ്റ് അക്കൗണ്ടിൽ സാലറി ബിയുടെ കോളത്തിൽ 4,000. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കി നോക്കാം. ദ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ആൻഡ് സാലറി എമൗണ്ട് ടു ₹20,200. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിന് എന്ത് വിളിക്കും, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. അതെവിടെയാണ് എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യത്തെ ഐറ്റം ആയിട്ടാണ് എഴുതേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് 20,200. നെക്സ്റ്റ് വൺ, ദ ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ വേർ ₹2,400 ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഓരോരുത്തരും എത്ര രൂപ വെച്ച് വിഡ്രോ ചെയ്തു, 2,400. അപ്പോൾ ഡ്രോയിങ്സ് എവിടെ എഴുതേണ്ടത്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലായിരിക്കണം. അത് ഏത് സൈഡിലായിരിക്കണം, ഡെബിറ്റ് സൈഡിലായിരിക്കണം. കാരണം എന്താ, പാർട്ട്നേഴ്സ് ഫേമിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് അവരുടെ അക്കൗണ്ടിലെ ക്യാപിറ്റൽ കുറയണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 2,400. 2 പേർക്കും എഴുതാൻ എന്താ കാരണം, 2,400 ഈച്ച് എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 2 പേർക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് എല്ലാ ഐറ്റവും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം ബാലൻസ് ചെയ്യേണ്ടത് ഏതായിരിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിരിക്കണം. കാരണം കറൻറ്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഏത് ഐറ്റം കൂടി എഴുതിയിരിക്കണം, ഷെയറോ പ്രോഫിറ്റും കൂടി എഴുതിയിരിക്കണം. അതുകൊണ്ട് ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്തപ്പോൾ 20,200. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബി സാലറി. അപ്പോൾ എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്, 15,000. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോബ്ലത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല, പാർട്ട്നേഴ്സ് കമ്മീഷൻ ഇല്ല, ട്രാൻസ്ഫർ ടു റിസർവ് ഇല്ല. ആകെ 2 ഐറ്റമാണുള്ളത്. ഏതൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബി സാലറി. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 15,000. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 3:1. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കി നോക്കാം, 15,000 ഇൻറ്റു 3/4 11,250. ബിയുടെ എത്രയാണ്, 15,000 ഇൻറ്റു 1/4 3,750. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടാവും 4 എങ്ങനെ കിട്ടിയെന്നുള്ളത്, അതായത് 3 + 1. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെ എഴുതേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇന്നർ കോളത്തിൽ ഡിവിഷൻ കാണിക്കുക.
ഡിവിഷൻ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടോട്ടലിന് മുകളിലുള്ള ലൈനിലായിട്ടായിരിക്കണം ഡിവിഷൻ കാണിക്കേണ്ടത്. ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അവിടെ എഴുതാം. പാർട്ട്നേഴ്സിന് കിട്ടാനുള്ളതല്ലേ, അവരുടെ കറൻറ്റ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാം. കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 11,250, 3,750. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്കറിയാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ കൂടി എന്തെഴുതുന്നുള്ളൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമാണ്. പക്ഷേ 2 എൻട്രി ചില സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കും, അതെപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഏതാണ്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. പിന്നെ വരുന്നത് പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അത് വളരെ റെയറായിട്ട് ഈ ഐറ്റംസ് വരാറുള്ളൂ. അതില്ലാത്ത പക്ഷം ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ എത്രയാണ്? 20,000, 10,000. ഇനി ഇവിടെ കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആദ്യം ആരുടെയാണ്? എയുടെ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യാം. എത്ര കിട്ടുന്നത്? 12,050. അതിൽ നിന്നും എയുടെ ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഡ്രോയിങ്സ് ലെസ് ചെയ്യുക. അപ്പോൾ എത്ര ബാലൻസ് കിട്ടുന്നത്? 9,650. അതേപോലെ ബിയുടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 8,150. അതിൽ നിന്നും ഡ്രോയിങ്സ് ലെസ് ചെയ്യുന്നു. അപ്പോൾ എത്ര ബാലൻസ് വരുന്നത്? 5,750.